സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എണീറ്റാൽ മതിയല്ലോ. ഇതിന് ഓപ്പൺ എയറിലെ ബ്രഷിങ്ങും ഒക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അപ്പം അച്ചമ്മയാണെങ്കിൽ വന്നിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറയണതൊന്നും അച്ചമ്മയ്ക്ക് കേൾക്കണില്ല. അച്ചമ്മയ്ക്ക് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ എന്തൊക്കെയോ അങ്ങോട്ട് പറയണം, അച്ചമ്മ എന്തൊക്കെയോ ഇങ്ങോട്ട് പറയണം. മാങ്ങ പൊട്ടിച്ചില്ല, മാങ്ങ പൊട്ടിക്കണം എന്നൊക്കെയാണ് അച്ചമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാവിലെ മാങ്ങയൊക്കെ മൂത്ത് നിൽക്കുകയാണ്, അണ്ണാറക്കണ്ണനെല്ലാം കൊത്തിയിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പറയുകയാണ്. അപ്പം അമ്മായി വന്നിട്ട് മാങ്ങയൊക്കെ കുറേ പൊട്ടിച്ചിട്ടു. അപ്പം തലേ വീഴുന്നു പറഞ്ഞിട്ട് അച്ചമ്മ കേൾക്കണില്ല. അച്ചമ്മ അങ്ങോട്ട് മാങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അത് പറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. അപ്പം മൂവാണ്ട മാങ്ങയാണ് നമ്മുടെ വീട്ടിലുള്ളത്. തറവാട്ടിലും വീട്ടിലൊക്കെ കുറേ മൂവാണ്ട മാങ്ങയുണ്ട്. അപ്പോൾ കുറേ അതൊക്കെ പൊട്ടിച്ചിട്ടാ. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ, തീനയാണ്. നമ്മൾ കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കില്ലേ, തീന ചെറിയ ചെറിയ മണി നമ്മുടെ മില്ലറ്റ്സിൽ വരുന്നൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ കിളികൾ കൊടുത്തതിൻ്റെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ താഴെ വീണത് അടിച്ച് കളഞ്ഞിട്ട് അടുത്തൊക്കെ ഇങ്ങനെ മുളച്ചൊരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുമ്പോൾ തീന ഇങ്ങനെ കതിരിട്ടിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് ഉണങ്ങി വിത്താവാണെങ്കിൽ നമുക്ക് കിളികൾക്ക് കൊടുക്കാൻ പറ്റും. തറവാട്ടിൽ കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അമ്മ കിളിക്കും അച്ഛൻ കിളിക്കും ഒരു കുഞ്ഞു കിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കിളികളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ചേമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കണം. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ പടിയൂർ എത്തിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാങ്ങ പൊട്ടിച്ച പച്ചമ്മ കുറച്ച് മാങ്ങയൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അതും കൊണ്ട് വന്നു. മക്കൾക്കാണെങ്കിൽ ഇങ്ങനത്തെ മാങ്ങയാണ് കൂടുതൽ ഇഷ്ടം. ചായ കുടിക്കാൻ വിളിച്ചപ്പോഴാണെങ്കിലും മോളിത് കുറേ ബലൂണും പിടിച്ച് വന്നിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ നിസ്സ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്ന ബലൂൺസാണ് ഇതൊക്കെ. അതൊക്കെ വീർപ്പിച്ച് പിടിച്ചിട്ട് ചായ കുടിക്കാൻ വരാതെ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇലയിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഉള്ളിൽ മധുരമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് വരണ്ടായില്ല. ഞാൻ പിന്നെ അവരെ നോക്കിയൊന്നുമില്ല, ഞാൻ വേഗം കഴിച്ചു. മോളിനും കൊടുത്തു. മോളിനെ കുറേ സൂത്രമൊക്കെ പറഞ്ഞ് അവളെ കൊണ്ടും കഴിപ്പിച്ചു. പിന്നെ ഇവിടെ കുറേ താന്തോന്നികളുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ വളരാണ് കുറേ ആൾക്കാർ. ഇവിടെ മത്തനും റോസും പിന്നെ ആരൊക്കെയോ കർട്ടൻ പ്ലാന്റോ ആരൊക്കെയോ ചേർന്ന് വളരുന്നൊരു താന്തോന്നിത്തര ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, കൈതയുണ്ട് അതിൻ്റെ ഇടയിൽ. കൈതച്ചക്ക കണ്ടോ, പൈനാപ്പിൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇവിടെ തെങ്ങുമ്മിലേക്ക് നമ്മുടെ കയ്പ പടർന്ന് കയറിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കപ്പ വളരുന്നുണ്ട്. കണ്ടോ, കപ്പയുടെ ഒരു തണ്ട് മുളച്ച് വളരുന്നുണ്ട്. അപ്പോൾ തെങ്ങും കയ്പയും കപ്പയും കുറേ കാട്ടുചെടികൾ പൂവുണ്ടാവുന്ന കേട്ടോ, അതൊക്കെ കൂടി വളരുന്നുണ്ട്. പിന്നെ കുറേ പച്ചമുളകുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ടോ പൈനാപ്പിൾ, കുറേ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പഴുത്ത് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. പഴുത്തിട്ടില്ല, പഴുക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കണ്ട കയ്പയും തുളസിയും പിന്നെന്തോ ചെടി ഒടിച്ചു കുത്തി നോക്കി അമ്മ. അങ്ങനെ അവരുടെ ഒരു താന്തോന്നിത്തരം അവിടെ നടക്കണം. മൊത്തം താന്തോന്നികളാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ പാറുമോള് വന്നു കേട്ടാ. എൻ്റെ പാപ്പൻ്റെ മോളാണ് പാറുമോള്. അവൾക്ക് 3 മക്കളുണ്ട്, എനിക്ക് 3 മക്കളുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വന്നാൽ തന്നെ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. ഇഷ്ടംമാതിരി ആൾക്കാരായി. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചെനച്ച മാങ്ങ. അതായത് പഴുക്കണയിൽ മുമ്പത്തെ ആ സ്റ്റേജ് ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ ചെനച്ചതെന്നാണ് പറയാറ്. അതിങ്ങനെ പൊട്ടിച്ച് ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ വന്ന് ഞങ്ങളെ വഴക്ക് പറയും. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിച്ച് പഴുപ്പിച്ച് എല്ലാവരും കൂടെ കഴിക്കണതാണ് ഇഷ്ടം. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ പച്ച കഴിക്കാനാണ് ഇഷ്ടം. അപ്പം അച്ഛമ്മ വഴക്ക് പറയാറുണ്ട്. ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു കൊതിയൊക്കെ തോന്നി. ഞങ്ങളുടെ മക്കളും സെയിം സ്വഭാവക്കാരായതുകൊണ്ട് അവർ കയറി ഞങ്ങൾക്ക് മാങ്ങയൊക്കെ പൊട്ടിച്ചു തന്നു. അതൊക്കെ ഞങ്ങൾ പറക്കിയെടുത്ത് വന്ന് വാഷ് ചെയ്ത് അമ്മിയിൽ വെച്ച് ഇങ്ങനെ ചതച്ചു. കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയധികം പൊട്ടിക്കാറില്ല. അച്ചമ്മ കാണാണ്ട് പൊട്ടിക്കണ്ടേ. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരെണ്ണം പൊട്ടിച്ച് ചതച്ച് അച്ചമ്മ കാണാണ്ട് കൊണ്ടുവച്ച് കഴിക്കലായിരുന്നു. അപ്പോൾ കൊതി മാറാറില്ല. ഇപ്പം അച്ചമ്മ എന്താണോ അങ്ങനെ ചീത്തയൊന്നും പറയണില്ല. ഞങ്ങൾ കുറച്ചധികം മാങ്ങയൊക്കെ പൊട്ടിച്ച് ചതച്ചു. ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് പിന്നെയും അതിനൊന്നും കൂടെ അങ്ങോട്ട് ചതച്ചതിലങ്ങോട്ട് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് അതൊക്കെ വാഴയിലയിലാക്കി ഒരുമിച്ചിരുന്ന് ഞാനും അനിയത്തിയും 6 മക്കളും കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. ഇതുപോലൊരു വെക്കേഷൻ ആസ്വദിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടൊക്കെ ഇരുന്നിട്ട്. കുഞ്ഞു മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഭയങ്കര പാടല്ലേ അവരെ നോക്കൽ, അവർക്ക് ഫുഡ് കൊടുക്കൽ, അവർ ചീച്ചു മുള്ളലൊക്കെ. വൈകിട്ടായപ്പോൾ അവർക്ക് വേറൊരാഗ്രഹം, മീൻ പിടിക്കാനൊരാഗ്രഹം. അപ്പം നമ്മുടെ അമ്മായിയുടെ അവിടുത്തെ ചെറിയൊരു തോടുണ്ട്, ഇതിൽ ബ്രാലും കരിപ്പിടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് അത് പിടിച്ചോളാൻ പറഞ്ഞു. കുട്ടികളുടെ ആഗ്രഹമല്ലേ, വെക്കേഷനിൽ ഇതൊക്കെ സാധിക്കുള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ കൂട്ടി തന്നു. എന്നിട്ട് അവർക്ക് മീൻ പിടിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അവർ തന്നെ ചൂണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീനെ പിടിക്കാൻ വേണ്ടി അവരെന്തോ ഗോതമ്പ് മാവൊക്കെ അമ്മൂമ്മനെ കൊണ്ട് കുഴപ്പിച്ച് വെച്ചിട്ടുണ്ടായി. അതങ്ങനെ കുളത്തിയിട്ടിട്ട് മീനൊക്കെ കിട്ടി. അവർക്ക് പിടിച്ചിട്ട് കുറച്ച് മീനൊക്കെ കിട്ടി. കരിപ്പിടിയാണ് കിട്ടിയത്. ബ്രാലാണെങ്കിൽ പാറ്റിയിട്ടുണ്ട്. റെഡ് കളറ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ബ്രാല നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ വെക്കേഷൻ അവർ അടിച്ച് പൊളിക്കുകയാണ്. ഞാൻ മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ കുറച്ച് വലുതായപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്, ഒരു കൺട്രോളിൽ അങ്ങനെ നിന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.